നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊത്തുള്ള വിരുന്ന് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു അനുഭവമായിരുന്നുവെന്ന് പ്രേമചന്ദ്രൻ MP. സൗഹൃദപരമായ സംഭാഷണങ്ങൾ. വിരുന്നിൽ മോദിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ദിനചര്യയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഒരു പ്രധാനമന്ത്രിയുമായി ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ പോലുമില്ലാതെ സൗഹൃദാന്തരീക്ഷമായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്ന് NK പ്രേമചന്ദ്രൻ. ജീവിതത്തിലെ പുതിയൊരനുഭവം, സന്തോഷകരമായ ഒരനുഭവം. ഈ പ്രതികരണങ്ങൾക്ക് പിന്നാലെ CPM ഇപ്പോൾ NK പ്രേമചന്ദ്രനെ വെട്ടിയിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. EP ജയരാജനും എളമരം കരീമുമൊക്കെ രൂക്ഷമായ പ്രസ്താവനകളുമായി കളം നിറയുന്നു. NK പ്രേമചന്ദ്രനെ BJP എടുത്തു എന്നാണ് CPM വിശദീകരിക്കുന്നത്. കേരളത്തിലെ BJPയുടെ നായകത്വം NK പ്രേമചന്ദ്രനെ ഏൽപ്പിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. ഇന്നലെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് NK പ്രേമചന്ദ്രന് ഒരു ക്ഷണം ലഭിച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്നു. പ്രധാനമന്ത്രി NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ചില MPമാരെ കൂട്ടി പാർലമെൻറ്റിലുള്ള കാൻറ്റീനിലേക്ക് പുറപ്പെട്ടു. അവിടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത് പ്രേമചന്ദ്രനെ ഇരുത്തി. ചലിയെ ആപ്കോ എക് പണിഷ്മെൻറ്റ് ദേനാ ഹേ, വരൂ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശിക്ഷ നൽകുന്നു എന്ന് പറഞ്ഞാണ് മോദി MPമാരെ കൂട്ടിക്കൊണ്ടുപോയത്. കേരളത്തിൽ നിന്ന് മറ്റൊരു MPക്കും ക്ഷണമില്ല. ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റ MPമാരും ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നില്ല. പ്രധാനമന്ത്രിക്കൊപ്പം എങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത് എന്ന് പോലും NK പ്രേമചന്ദ്രൻ അറിയില്ല. വാതിൽ തുറന്നത് പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിലേക്ക്. പ്രധാനമന്ത്രിക്കൊപ്പം അങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള ക്ഷണമായിരുന്നു അത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് NK പ്രേമചന്ദ്രനെ മാത്രമാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചത്. കേരളത്തിൽ BJPക്ക് ഒരു നല്ല നായകനെ വേണം. പാർലമെൻറ്റിൽ ഏറ്റവുമധികം ശോഭിക്കുന്ന ഒരു MP തന്നെയാണ് NK പ്രേമചന്ദ്രൻ. വിഷയങ്ങൾ ഗഹനമായി പഠിച്ച് കൃത്യതയോടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി NK പ്രേമചന്ദ്രനെ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ പിണറായി വിജയൻ പരനാറി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച NK പ്രേമചന്ദ്രൻ പിന്നീട് ദില്ലിയിലെത്തി കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇടക്കാലത്ത് സ്വന്തം പാർട്ടിയിലെ നേതാവായ ഷിബു ബേബി ജോണുമായി ആശയപരമായ ചില ഭിന്നതകൾ ഉണ്ടാകുന്നു എന്നൊക്കെ വാർത്തകൾ പരന്നിരുന്നു. അന്നും CPM പ്രചരിപ്പിച്ചത് NK പ്രേമചന്ദ്രൻ BJPയിൽ ചേരുമെന്നാണ്. ഷിബു ബേബി ജോൺ വാലിബൻ സിനിമാ നിർമ്മാണമൊക്കെയായി രാഷ്ട്രീയത്തിൽ നിന്നും ഇത്തിരി മങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. എങ്കിലും അവരുടെ രാഷ്ട്രീയ കക്ഷിയുടെ അടയാളമായി NK പ്രേമചന്ദ്രൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. NK പ്രേമചന്ദ്രനെ പോലൊരു ഉശിരൻ നേതാവിനെ കിട്ടിയാൽ കേരളത്തിലൊന്ന് കസറാമെന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉള്ളിൽ തോന്നിയോ എന്ന് നമുക്ക് പറയുക വയ്യ. പ്രധാനമന്ത്രിയുടേതൊരു സൗഹൃദ വിരുന്നായിരുന്നു. CPM അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നാണ് NK പ്രേമചന്ദ്രൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. നരേന്ദ്രമോദി ക്ഷണിച്ചു നൽകിയ ഒരു വിരുന്നിനെ ഇത്ര മാരക കുറ്റമായി ചിത്രീകരിക്കേണ്ടതില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ CPM ഇപ്പോൾ അധിക്ഷേപിക്കുകയാണ് എന്ന് NK പ്രേമചന്ദ്രൻ പറയുന്നു. തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ക്ഷണിച്ചത്. അവിടെ ചെന്നപ്പോൾ നമുക്കൊരിടം വരെ പോകാം എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ക്യാൻറ്റീനിലെത്തിയപ്പോഴാണ് ഭക്ഷണം കഴിക്കാനാണ് തന്നെ ക്ഷണിച്ചതെന്ന് മനസ്സിലായത് എന്ന് NK പ്രേമചന്ദ്രൻ വിശദീകരിക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. തന്നെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനായി ചിത്രീകരിക്കാനാണ് CPMൻ്റെ ശ്രമമെന്ന് NK പ്രേമചന്ദ്രൻ. തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് CPM തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. പാർലമെൻ്ററി രംഗത്ത് മികവ് പുലർത്തിയവരെയാണ് മോദി ക്ഷണിച്ചത്. ഇതൊരു മാരക കുറ്റമായി ചിത്രീകരിക്കുന്ന CPM നീക്കം തന്നെ ജനങ്ങൾ തള്ളിക്കളയും. താൻ RSPയായി തുടരുമെന്നാണ് NK പ്രേമചന്ദ്രൻ MP പറയുന്നത്. കേരളത്തിലെ സൈബർ ഇടങ്ങളിലൊക്കെ NK പ്രേമചന്ദ്രനെ ഇപ്പോഴൊരു BJP നേതാവായി ചിത്രീകരിക്കുകയാണ് സൈബർ സഖാക്കൾ. രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ. തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ പിണറായി വിജയനെ മകൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചുവെന്നും NK പ്രേമചന്ദ്രൻ പറയുന്നു. മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ച NK പ്രേമചന്ദ്രൻ പക്ഷേ ഉച്ച കഴിഞ്ഞ് സഭയിലെത്തി NDA സർക്കാരിനെ എടുത്ത് ഉടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പ്രേമചന്ദ്രനും BJPയും തമ്മിൽ എന്ത് അന്തർധാരയാണ് ഇപ്പോഴുള്ളത് എന്ന് EP ജയരാജൻ ചോദിക്കുന്നു. ഇന്ത്യ സഖ്യത്തോട് കാണിച്ച വഞ്ചനയാണിത് എന്ന് എളമരം കരീമിൻ്റെ പ്രസ്താവന. ഇന്ത്യ മുന്നണിയിലെ മറ്റൊരാളും മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ചില സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്നാണ് എളമരം കരീം പറയുന്നത്. പ്രേമചന്ദ്രനെ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്? പ്രേമചന്ദ്രനെ കൂടാതെ
BJP എംപിമാരും TDPയിലെ ഒരു എംപിയും BSP പാർട്ടിയിലെ ഒരു എംപിയും BJDയിലെ ഒരു എംപിയും മാത്രമാണ് ഉച്ചയ്ക്ക് ഊണിന് പങ്കെടുത്തത്. പ്രേമചന്ദ്രനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാലും ചില പ്രസ്താവനകൾ ഇറക്കി. കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, ഒന്നും സംസാരിക്കാത്ത വ്യക്തിയെന്നാണ് ബാലഗോപാൽ പ്രേമചന്ദ്രനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്. പ്രേമചന്ദ്രൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കേന്ദ്ര നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പ്രേമചന്ദ്രൻ BJPയിലേക്ക് ചേക്കേറാം എന്ന് CPM നേതാക്കൾ പറയുന്നു. എന്നാൽ ഇടതുപക്ഷം ബോധപൂർവം വിട്ടുകളയുന്ന ചിലതുണ്ട്. പ്രധാനമന്ത്രി ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് തൊട്ടു പിന്നാലെ NK പ്രേമചന്ദ്രനിൽ നിന്ന് മോദി സർക്കാരിന് കിട്ടിയത് അത്യുഗ്രൻ വിമർശനങ്ങൾ. ലോക്സഭയിൽ സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാട് തന്നെയാണ് പ്രേമചന്ദ്രനുള്ളത്. മുന്നണി മാറ്റ കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ ഒരിക്കൽ പ്രേമചന്ദ്രനെ പരിഹസിച്ചത്. അന്നും പ്രേമചന്ദ്രൻ പൂർണ്ണമായ മാന്യത പുലർത്തി. പിണറായിയോടുള്ള കലിപ്പ് തീർക്കണമെങ്കിൽ പ്രേമചന്ദ്രന് BJP മുന്നണിയിലേക്ക് ചേക്കേറാം. കാരണം ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലൊന്ന് വിജയിച്ചു കയറിയാൽ കേന്ദ്ര ക്യാബിനറ്റ് പദവി വരെ NK പ്രേമചന്ദ്രനെ തേടിയെത്തും. കാരണം അത്ര നല്ലൊരു പാർലമെൻറ്റേറിയനാണ് NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെ പോലൊരു നേതാവിനെ തങ്ങളുടെ പാളയത്തിൽ കിട്ടിയാൽ BJPക്ക് സുവർണ കാലഘട്ടമായിരിക്കും പിന്നീട് കേരളത്തിൽ. കാരണം അത്രയേറെ പൊതുജന സ്വാധീനമുള്ള, അംഗീകാരമുള്ള നേതാവ് തന്നെയാണ് പ്രേമചന്ദ്രൻ. UPF സർക്കാർ ഭരിച്ച് 10 വർഷത്തിന് ശേഷം പഴയ UPF സർക്കാരിൻ്റെ ഭരണം തള്ളിക്കൊണ്ട് ഇപ്പോൾ NDA സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ധവളപത്രത്തെയാണ് രൂക്ഷമായ ഭാഷയിൽ പ്രേമചന്ദ്രൻ വിമർശിച്ചത്. എന്തുകൊണ്ടാണ് 2008-ൽ തങ്ങളുടെ പാർട്ടി UPA പിന്തുണ പിൻവലിച്ചത് എന്ന ചോദ്യം BJPക്കാർ തൊട്ടു പിന്നാലെ ഉയർത്തി. നല്ല ശക്തമായ മറുപടിയാണ് ഇതിനും പ്രേമചന്ദ്രൻ നൽകിയത്. കേരളത്തിലെ CPM കോൺഗ്രസ് വിരുദ്ധ മുന്നണിയെക്കുറിച്ച് ചോദ്യങ്ങളെത്തി. കേരളത്തിലേത് ഒരു തന്ത്രപരമായ രാഷ്ട്രീയമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ 20-ൽ 20 സീറ്റും നേടും എന്ന ആത്മവിശ്വാസവും ലോക്സഭയിൽ പ്രേമചന്ദ്രൻ പ്രകടിപ്പിച്ചു. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. BJPക്ക് അന്യമായി തന്നെ കേരളം തുടരുമെന്നാണ് NK പ്രേമചന്ദ്രൻ ശക്തമായി സഭയിൽ ആഞ്ഞടിച്ചു പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രേമചന്ദ്രനെ കൂടെ കൂട്ടിയതിൽ തങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രതികരിക്കണമെന്നാണ് എളമരം കരീമിൻ്റെ ആവശ്യം. NK പ്രേമചന്ദ്രൻ BJPയിലേക്ക് ചേക്കേറുമോ എന്ന ചർച്ചയും വിവാദങ്ങളുമൊക്കെ ഉയർത്തി CPM തന്നെ പ്രേമചന്ദ്രനുള്ള മാർക്കറ്റ് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയന് ഏറ്റവും കലിപ്പുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പ്രേമചന്ദ്രൻ. പക്ഷെ മറുവശത്ത് രാഷ്ട്രീയ പ്രതിയോഗിയാണ് എങ്കിൽ പോലും മോദി NK പ്രേമചന്ദ്രനോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. രാഷ്ട്രീയം അങ്ങനെയാണ്, പലപ്പോഴും സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ. ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ NK പ്രേമചന്ദ്രൻ്റെ ഉള്ളിൽ ഒരു ലഡ്ഡു പൊട്ടുമായിരിക്കാം. കേരളത്തിൽ നിന്ന് BJPയിലേക്കൊന്ന് ചേക്കേറിയാൽ BJPയുടെ അമരത്തിരിക്കാം എന്നതാവും ഇപ്പോൾ NK പ്രേമചന്ദ്രൻ്റെയും ചിന്ത. എടുക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നല്ലൊരു നേതാവ് തന്നെയാണ് NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെ പോലൊരു നേതാവിനെ BJPക്ക് കിട്ടിയാൽ പിന്നെ ഒരു കസറും കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും കൂടുതൽ ജാഗ്രത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.